സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുൻ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന ടി.കെ. നായർ. ശബരിമല വികസനത്തിന്റെ ഭാഗമായുള്ള ആദ്യപടിയാണ് അയ്യപ്പ സംഗമം. ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ആവശ്യമായ നിർദ്ദേശങ്ങളും സംഗമത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വികസനത്തിന്റെ ഭാഗമായി മുൻ വർഷങ്ങളിലൊക്കെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിലും പല കാരണങ്ങളാൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടായിരുന്നില്ല. സ്ഥലം ലഭ്യമാകാത്തതും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാത്തതുമായിരുന്നു പ്രധാന തടസ്സം. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും ശബരിമല വികസനത്തിന്റെ പാതയിലാണെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിന്റെ ആദ്യപടിയാണ് ആഗോള അയ്യപ്പ സംഗമം. സംഗമം വളരെ ഭംഗിയായി നടന്നുവെന്നും മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് വികസനം നടക്കുമെന്നും ടി.കെ. നായർ പറഞ്ഞു. ശബരിമലയുടെ വികസനം മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നടക്കണം. അതിനുള്ളൊരു ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ സംഗമത്തെ കാണാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുക. ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അത് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വികസനം വരേണ്ടതുണ്ട്. അതിനായുള്ള നീക്കത്തിലാണ് സർക്കാർ. വിമർശനങ്ങളിൽ കാര്യമില്ലെന്നും സമവായത്തോടെ തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CM പറഞ്ഞത് അദ്ദേഹം വളരെ ദീർഘമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഭഗവത്ഗീത കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ അതിനുവേണ്ടി ഓരോ മാർഗങ്ങൾ എടുക്കുമ്പോൾ അതിന് അവസരോചിതമായ രീതിയിൽ ഒന്നുകിൽ പ്രശംസിക്കും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യും. അതിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ഉദ്ദേശം അതല്ല. ഉദ്ദേശം ഏറ്റവും എന്താ പറയുക, ഒരു സമവായത്തോടുകൂടി ഇത് മുന്നോട്ട് പോകണം. അതിനുള്ള പരിപാടികളാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് ദേവസ്വം ബോർഡ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.